ഇന്നത്തെ നോമ്പ് റവ റിയാലിറ്റിന്റെ ഓഫീസിൽ നിന്നാണ്. ഇങ്ങോട്ട് പോകണം എന്നറിയില്ല. അയ്യോ സുഹൃത്തുക്കളെ, ഇവന്റെ കണക്കൊരു കാട്ടെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അയ്യോ, ദുബായിൽ ഏത് പള്ളിയിൽ നോമ്പ് മുറിക്കണമെങ്കിലും ഇവന്റെ അടുത്ത് മെസ്സേജ് അയച്ചാൽ ഇവന്റെ വാട്സപ്പിന്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കണം കേട്ടോ. ഇന്ന് നമുക്ക് നോമ്പ് പറയണം. അത് നമ്മുടെ കുടുംബത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ റവോ റിയാലിറ്റി. നമുക്കിവിടെ ഏട്ടൻ എങ്ങനെയാണ്, അനിയൻ എങ്ങനെയാണ്, നമ്മൾ രണ്ടാമത് റോമായി കണക്കാക്കുന്ന സ്ഥലമാണ് ഇവിടെ. നമ്മളിപ്പോൾ ഓരോരുത്തരെ കാണുകയാണെങ്കിൽ അവരുടെ മുഖത്തുള്ള ഓരോ പുഞ്ചിരികളും ഓരോരുത്തരുടെ പ്രോത്സാഹനങ്ങളും ഓരോരുത്തരുടെ കഴിവുകളും, നമ്മൾ ഒരാൾ കഷ്ടപ്പെടുന്ന കണ്ടാൽ മറ്റൊരാളെ മുന്നിൽ നിന്ന് അവരെ കരകയറ്റാൻ പറ്റുന്ന അത്രയും ഒരു ബന്ധം പുലർത്തുന്ന ഒരു സ്ഥലം കൂടിയാണ്. എന്തുകൊണ്ടാണ് പറയുന്നതെന്നറിയോ? ഇവിടെ നമ്മൾ അനുഭവിച്ചത് അങ്ങനെയാണ്. കാരണം അത്രക്കും നമ്മളോടൊരു ബന്ധം പുലർത്തുന്ന മനുഷ്യരാണ്. അപ്പോൾ ഇന്ന് ഇവിടുത്തെ നോമ്പോറിൽ നമ്മൾ പലരും ഉണ്ട്. നമ്മളെ ബോസാണ് ഇവിടെ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഓരോരുത്തർ വന്നു കഴിഞ്ഞാൽ നമ്മൾ നോമ്പോറിൻ്റെ സമയമായി, നോമ്പോറക്കാനായി നമ്മളിപ്പോൾ ഓരോരുത്തർ ഓരോ സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ നിന്ന് ഇരുന്ന് നോമ്പോറിൻ്റെ സമയമായി. മാഷാ അല്ലാ, അങ്ങനെ നമുക്ക് ഫുഡുകൾ കിട്ടി. ഇത് നമുക്കൊരു ജ്യൂസ് കിട്ടി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു വെള്ളം എന്ന് പറയുക, പിന്നെ